പോക്സോ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി 18-കാരി തന്റെ 13 വയസ്സ് മുതൽ ഇതിനോടകം പീഡിപ്പിച്ചത് 64 പേർ. കൊല്ലത്ത് പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ച 21-കാരൻ പിടിയിൽ. കുറ്റകൃത്യങ്ങളുടെ ഉള്ളറയിലേക്ക് കാക്കി. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി 18-കാരി തന്റെ 13 വയസ്സ് മുതൽ ഇതിനോടകം 64 പേർ പീഡിപ്പിച്ചെന്നാണ് പത്തനംതിട്ട സ്വദേശിനിയുടെ വെളിപ്പെടുത്തൽ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ശുപാർശയിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, അത്യന്തം ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ. 13 വയസ്സ് മുതൽ തന്നെ നിരന്തരം പീഡന വിധേയമാക്കി 64 പേരുടെ പേരുകളാണ് പെൺകുട്ടി ചൈൽഡ് ലൈനോട് വെളിപ്പെടുത്തിയിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? പ്രബുദ്ധ കേരളത്തെ നാണം കെട്ട് തലതാഴ്ത്തിക്കുന്ന ഒരു സംഭവമാണ് പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 60-ലേറെ പേർ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നിരന്തരം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് 18 വയസ്സുള്ള പെൺകുട്ടി CWCക്ക് മൊഴി നൽകിയിരിക്കുന്നത്. CWCക്ക് നൽകിയിരിക്കുന്ന പരാതി ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ട് CWC നേരിട്ട് പോലീസിന് കൈമാറി. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറി. പോലീസ് ഉടനടി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. ഉടനടിയുള്ള അന്വേഷണം ഇപ്പോൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. ജില്ലയിലെ 2 പോലീസ് സ്റ്റേഷനുകളിൽ നിലവിൽ FIRകൾ രജിസ്റ്റർ ചെയ്തു. 5 പേര് അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വരും മണിക്കൂറുകളിലുണ്ട്. നിലവിൽ 62ഓളം ആളുകൾ, ഈ പ്രതികളെ കൃത്യമായി തന്നെ സൂചനകൾ ലഭിച്ചു എന്നുള്ള വിവരമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. 62 ആളുകൾ പീഡനം നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളായിട്ട് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതിന് മുൻപുള്ള സമയത്താണ് ഈ പീഡനം തുടങ്ങുന്നത്. തുടർന്ന് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം പീഡനം തുടർന്നു. 18 വയസ്സ് ഇപ്പോൾ പെൺകുട്ടിക്ക് പൂർത്തിയായിട്ടുണ്ട്. ഓരോ വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ശിശുക്ഷേമ സമിതിയുടെ കൗൺസിലിംഗിനിടയിലാണ് ഒരു പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ പെൺകുട്ടി ഈ വെളിപ്പെടുത്തൽ ആദ്യം നടത്തുന്നത്. പിന്നീട് CWC വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. ഈ മൊഴിയിലാണ് കൃത്യമായി ഓരോ പ്രതിയുടെയും പേര് വിവരങ്ങൾ സഹിതം മറ്റ് സംഭവങ്ങൾ സഹിതമുള്ള കാര്യങ്ങൾ പെൺകുട്ടി CWCയോട് കൃത്യമായി പങ്കുവയ്ക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ CWC പിന്നീട് പോലീസിന് വിവരങ്ങൾ ധരിപ്പിക്കുകയായിരുന്നു. പോലീസ് ഉടനടി തന്നെ ഇതിനുവേണ്ടിയുള്ള പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുന്ന കേരളത്തെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് പെൺകുട്ടി നടത്തിയിരിക്കുന്നത്. അതായത് 13 വയസ്സ് മുതലാണ് താൻ പീഡനത്തിന് ഇരയായത്. ഇപ്പോൾ 18 വയസ്സായി. ഇതിനകം 64 പേർ തന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇവരുടെയൊക്കെയും പലരുടെയും പേരുകൾ ഈ പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകിയിരിക്കുകയാണോ? മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാനും നടപടി സ്വീകരിക്കാനുമുള്ള ഇടപെടൽ തന്നെയാണോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ചില മൊഴികൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ഉടനടി തന്നെ 5 അറസ്റ്റുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. 64 ആളുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിലുള്ള പീഡനവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് പോലീസിന് ഇതിനോടകം തന്നെ ലഭ്യമായിരിക്കുന്നത്. ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് വ്യാപകമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ജില്ലയിലെ 2 പോലീസ് സ്റ്റേഷനുകളിൽ ഇതിനോടകം തന്നെ FIRകൾ രജിസ്റ്റർ ചെയ്തു. 5 പേരെ അറസ്റ്റ് ചെയ്തു. കൂടുതൽ അറസ്റ്റ് നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള അന്വേഷണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ജില്ല വിട്ട് പുറത്തു പോയിരിക്കുന്ന ആളുകളുണ്ട്. ഈ പ്രതിപട്ടികയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നതിനുള്ള തീവ്ര ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവരം ലഭിക്കുന്നത്. കാരണം അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു കേസായിട്ടാണ് പോലീസ് ഈ കേസിനെ കണക്കാക്കുന്നത്. പോലീസിന് ലഭ്യമായിരിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസുകളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. പ്രതികളെ വളരെ വേഗത്തിൽ തന്നെ പിടിക്കേണ്ടത് കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അറസ്റ്റിലായ ആളുകളെ സംബന്ധിച്ചിട്ടുള്ള പേര് വിവരങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവരും. മിഥുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ, നിയമ നടപടികൾ ഉണ്ടാകട്ടെ. ഇനിയെങ്കിലും ആ കുഞ്ഞിന് നീതി ലഭിക്കട്ടെ. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ പട്ടികജാതിയിൽപ്പെട്ട 12-കാരിയായ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ 58-കാരൻ അറസ്റ്റിൽ. മണ്ണഞ്ചേരി പൊന്നാട് സ്വദേശി സുഭാഷ് ചന്ദ്രബോസ് എന്ന ബോസിനെയാണ് മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്.
മണ്ണഞ്ചേരി പഞ്ചായത്ത് 1-ാം വാർഡിൽ പൊന്നാട് സ്വദേശി സുഭാഷ് ചന്ദ്രബോസ് എന്ന ബോസാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ നവംബർ 16-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പെൺകുട്ടിയുടെ മടിയിലിരുന്ന സഹോദരനെ എടുക്കാനെന്ന വ്യാജേന എത്തിയാണ് ഇയാൾ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത്. കുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തതിനു പിന്നാലെ പ്രതി ഒളിവിൽ പോയി. ഇന്ന് രഹസ്യമായി പൊന്നാടുള്ള വീട്ടിലെത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത്. ആലപ്പുഴ ഡിവൈഎസ്പി MR മധുബാബുവും മണ്ണഞ്ചേരി SI KR ബിജുവും അടങ്ങുന്ന സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, ആലപ്പുഴ. കൊല്ലം ചിതറയിൽ പട്ടികജാതിക്കാരെ പെൺകുട്ടിയെ പീഡിപ്പിച്ച മത്സ്യക്കച്ചവടക്കാരൻ പിടിയിൽ. മണലവട്ടം സ്വദേശിയായി 21-കാരൻ മുഹമ്മദ് ഷിഹാസാണ് പിടിയിലായത്. പ്രണയം നടിച്ചാണ് പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചത്. കൊല്ലം ചിതറയിൽ പട്ടികജാതി പെൺകുട്ടിയെ പീഡിപ്പിച്ച മത്സ്യക്കച്ചവടക്കാരൻ മണലുവട്ടം സ്വദേശി മുഹമ്മദ് ഷിഹാസാണ് പിടിയിലായത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പിതാവിനോടൊപ്പം മത്സ്യക്കച്ചവടത്തിന് പോകുമ്പോഴാണ് ഇയാൾ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത്. തുടർന്ന് കുട്ടിയുടെ മാതാവിന്റെ ഫോൺ നമ്പർ കൈക്കലാക്കിയ പ്രതി കുട്ടിയുമായി നിരന്തരം ഫോണിലൂടെ ബന്ധപ്പെടുകയും പ്രണയം നടിച്ച് കുട്ടിയെ നിരന്തരം പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹം കഴിക്കാമെന്ന കുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഇയാൾ പീഡനം നടത്തിയത്. കഴിഞ്ഞ ദിവസം ഇയാൾ മറ്റൊരു കുട്ടിയുമായി പ്രണയത്തിലാണെന്ന് മനസ്സിലാക്കിയ അതിജീവിത ഇയാളോട് വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. എന്നാൽ ഇയാൾ പെൺകുട്ടിയെ ഒഴിവാക്കാൻ ശ്രമിച്ചു. തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കത്തിലാവുകയും കുട്ടി കുഴഞ്ഞു വീഴുകയും ചെയ്തു. ബന്ധുക്കൾ ചേർന്ന പെൺകുട്ടിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പരിശോധനയ്ക്കിടയിൽ പെൺകുട്ടി ഡോക്ടറോട് പീഡന വിവരം വെളിപ്പെടുത്തുകയായിരുന്നു. ആശുപത്രി അധികൃതർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസെടുക്കുന്നത്. പട്ടികജാതി പീഡന നിരോധന നിയമം, ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ തുടങ്ങിയ പോക്സോ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം. റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ ഡ്രൈവർ രജിത്തിനെയും ഭാര്യയും കണ്ടെത്തി. രജിത് കുമാർ, ഭാര്യ തുഷാര എന്നിവരെ ഗുരുവായൂരിൽ നിന്നാണ് കണ്ടെത്തിയത്. ഇരുവരെയും കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇവരെയും കോടതിയിൽ ഹാജരാക്കും. മാമി തിരോധാന കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 20 വർഷമായി മാമിയുടെ ഡ്രൈവറായിരുന്ന രജിത്തിനെ കാണാതാകുന്നത്. ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്ത ശേഷം രജിത് കുമാറിനെയും ഭാര്യ തുഷാരയെയും കാണാതായെന്ന് കാണിച്ച് കുടുംബമാണ് പോലീസിൽ പരാതി നൽകിയത്. നടക്കാവ് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്നും ഇരുവരും ഓട്ടോറിക്ഷയിൽ കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഓട്ടോയിൽ കയറി നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു. അവിടെ നിന്നാണ് ഗുരുവായൂരിൽ എത്തിയത്. 2023 ഓഗസ്റ്റ് 21-ന് മാമിയെ കാണാതാകുന്നതിന് മുമ്പ് അവസാനം സംസാരിച്ചവരിൽ ഒരാൾ രജിത്തായിരുന്നു. ലോക്കൽ പോലീസും പിന്നീട് വന്ന പ്രത്യേക അന്വേഷണ സംഘവും നിലവിൽ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് സംഘവും മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചോദ്യം ചെയ്തതും രജിത് കുമാറിനെയായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയും ക്രൈംബ്രാഞ്ച് സംഘം രജിത് കുമാറിനെയും ഭാര്യ തുഷാരയെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. തുഷാരയുടെ ഫോൺ പിടിച്ചെടുത്ത അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചു. ബുധനാഴ്ച വീണ്ടും ഹാജരാകണമെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് ഇരുവരെയും കാണാതായത്. ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ജനം, കോഴിക്കോട്. കലോത്സവ റിപ്പോർട്ടിംഗിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയ സംഭവത്തിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും നിർദ്ദേശം. റിപ്പോർട്ടർ ചാനൽ അവതാരകൻ ഡോക്ടർ അരുൺകുമാറാണ് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത്. കലോത്സവത്തിൽ ഒപ്പന മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളെ പറ്റിയായിരുന്നു ദ്വയാർത്ഥ പ്രയോഗം. ഒപ്പനയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിന് പിന്നാലെയാണ് പരാമർശമുണ്ടായത്. വിവാദമായതോടെ വിഷയം ബാലാവകാശ കമ്മീഷന്റെ മുമ്പിലെത്തി. തുടർന്നാണ് റിപ്പോർട്ടർ ചാനലിനെതിരെയും അവതാരകൻ ഡോക്ടർ അരുൺകുമാറിനെതിരെയും ബാലാവകാശ കമ്മീഷൻ സ്വമേധ്യാ കേസെടുത്തത്. പരാമർശമുണ്ടായ സാഹചര്യം വിശദീകരിക്കാൻ റിപ്പോർട്ടർ ചാനലിന് കമ്മീഷൻ നോട്ടീസും നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെയും ബാലാവകാശ കമ്മീഷൻ ചുമതലപ്പെടുത്തി. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് റിമാൻഡിലായ സാഹചര്യത്തിലാണ് റിപ്പോർട്ടർ ചാനൽ അവതാരകന്റെ പരാമർശവും വിവാദമായി മാറിയത്. നവമാധ്യമങ്ങളിലും വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ജനം, തിരുവനന്തപുരം.
നേരത്തെ പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന വാർത്തയിലേക്ക്. ഇടുക്കിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചയാൾ അറസ്റ്റിലായി. പെൺകുട്ടിയുടെ അയൽവാസിയാണ് പിടിയിലായ ആൾ. ചൈൽഡ് ലൈൻ നടത്തിയ കൗൺസിലിംഗിലാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞത്. ഇടുക്കി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. അച്ഛനും അമ്മയും ഉപേക്ഷിച്ച് ചൈൽഡ് ലൈന്റെ സംരക്ഷണയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. അവധി ദിവസങ്ങളിൽ പെൺകുട്ടി ബന്ധുവീട്ടിലെത്തിയപ്പോഴായിരുന്നു പീഡനം. പെൺകുട്ടിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങി നൽകി ഇയാൾ ചെങ്ങാത്തത്തിലാവുകയായിരുന്നു. 1 മാസം പലതവണ പിടിയിലായ പ്രതി പീഡിപ്പിച്ചുവെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട്. പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയ ശേഷം വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. പിടിയിലായ ആൾ സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനി ജീവനക്കാരനാണ്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, ഇടുക്കി. സമൂഹ മാധ്യമ ദുരുപയോഗം വ്യാപകമാകുമ്പോൾ കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കാൻ കടുത്ത നടപടികളെന്ന ആവശ്യം ശക്തമാവുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് സമാനമായി എല്ലാ കേസുകളിലും കുറ്റവാളികളെ അഴിക്കുള്ളിലാക്കാൻ പോലീസ് നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം. സൈബർ കുറ്റകൃത്യങ്ങളിലെ പരാതികളിൽ പലപ്പോഴും ഊർജിത അന്വേഷണങ്ങൾ ഉണ്ടാകാറില്ല. നടി ഹണി റോസ് വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ നൽകിയ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ വാഹനം വളഞ്ഞ് പിടികൂടുകയും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുകയും എല്ലാം ചെയ്തപ്പോൾ ഇതേ നീതി സമൂഹമാധ്യമ പോസ്റ്റുകളിലൂടെയുള്ള വ്യക്തിഹത്യകൾ, സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ, സ്ത്രീത്വത്തെ അവഹേളിക്കൽ എന്നിവ ചൂണ്ടിക്കാട്ടി ഉയരുന്ന മറ്റ് പരാതികളിലൊന്നും അതിവേഗത്തിലുള്ള നടപടികൾ ഉണ്ടാകാറില്ല. ഭാരതീയ ന്യായ സംഹിതയിലെയും IT വകുപ്പുകളുമെല്ലാം ചുമത്തിയുള്ള കേസും പഴുതടച്ച പ്രോസിക്യൂഷൻ വാദങ്ങളുമാണ് ബോബി ചെമ്മണ്ണൂരിനെ അഴിക്കുള്ളിലാക്കിയതെങ്കിൽ പലപ്പോഴും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തപ്പെടാറുള്ളത്. സൈബർ ഇടങ്ങളിലെ കടന്നുകയറ്റങ്ങളിലും ഭീഷണികളിലും എല്ലാമുള്ള പരാതികളിലും സൈബർ പോലീസിൽ നൽകുന്ന പരാതികളിൽ ചിലതിലൊഴികെ അന്വേഷണങ്ങൾ ഇഴഞ്ഞാണ് നീങ്ങുന്നത്. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത പോലീസ് സൈബർ ഫോറൻസിക് പരിശോധനയ്ക്കും അയക്കും. അശ്ലീല കമന്റുകൾ ഇട്ടവർക്കെതിരെയും കേസുകൾ എടുത്തിരുന്നു. സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഒരു താക്കീതാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽവാസം. ജനം, കൊച്ചി. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സാ പിഴവുകൾ തുടർക്കഥയാവുകയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് അത്തോളി സ്വദേശി രാജൻ മരിച്ചത് കാത്ത് പ്രവർത്തനക്ഷമമല്ലാത്തതുകൊണ്ടാണെന്ന് ആരോപണം ശക്തം. ആശുപത്രിയുടെ ദയനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ബീച്ച് ആശുപത്രിക്കെതിരെ നിരന്തരം ചികിത്സാ പിഴവ് ആരോപണങ്ങൾ ഉയരുകയാണ്. കഴിഞ്ഞ മാസമാണ് തോളലിനിട്ട കമ്പിയൂരാനായി ആശുപത്രിയിലെത്തിയ ബേപ്പൂർ സ്വദേശി റാണിബായിയുടെ കൈ വീണ്ടും ഒടിഞ്ഞതായി പരാതി ഉയർന്നത്. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ഏറ്റവും ഒടുവിലാണ് കാലിന് മുറിവുമായി ആശുപത്രിയിലെത്തിയ രാജൻ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ വെച്ച് ചികിത്സ ലഭിക്കാതെ മരണപ്പെട്ടത്. അതിന് പ്രധാന കാരണം ആശുപത്രിയിലെ കാത്ത് ലാബിന്റെ പ്രവർത്തനം നിലച്ചതാണ്. കാത്ത് ലാബിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി നടന്നിരുന്നെങ്കിൽ രാജന് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കുമായിരുന്നെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ആശുപത്രിയിലെ കാത്ത് ലാബ് 8 മാസത്തോളമായി അടഞ്ഞുകിടക്കുകയാണ്. 10 മാസമായി കാത്ത് ലാബ് അടഞ്ഞുകിടക്കുന്നതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ആരോഗ്യ വകുപ്പിന്റെയും സംസ്ഥാന സർക്കാരിന്റെയുമാണ്. അതുകൊണ്ട് ഇന്നലെ സംഭവിച്ചതുപോലുള്ള കാര്യങ്ങൾ, രാജൻ ഹോസ്പിറ്റലിൽ വരുന്നത് കാലിന് പരിക്ക് പറ്റിയിട്ടാണ്. പുലർച്ചെ 4 മണിയോടുകൂടി അദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. പിന്നീട് മരണപ്പെടുന്നു. അപ്പം ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ആശുപത്രിയിൽ അത്യാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാത്തതിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സർക്കാർ അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. 2.5 കോടി രൂപയോളം കുടിശ്ശികയായതോടെയാണ് ആൻജിയോപ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന സ്റ്റെന്റും മറ്റുപകരണങ്ങളും വിതരണം ചെയ്യുന്നത് ഏപ്രിൽ 1 മുതൽ കമ്പനികൾ നിർത്തിയത്. സാധാരണക്കാരന്റെ ആശ്രയമായ സർക്കാർ ആശുപത്രിയോട് ആരോഗ്യവകുപ്പിന്റെ അവഗണന തുടരുകയാണ്. ഖജനാവിൽ പണമില്ലെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ഹൃദ്രോഗത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിയാലും മടങ്ങിപ്പോകേണ്ട സ്ഥിതിയാണ് രോഗികൾക്ക്. ജനം, കോഴിക്കോട്. ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബും പിതാവും ഒളിവിലായി. കഴിഞ്ഞ ദിവസം കോഴിക്കോട് അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു.
മുൻകൂർ ജാമ്യം തേടി ഷുഹൈബ് ഹൈക്കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ക്രൈംബ്രാഞ്ച് ഷുഹൈബിനായി അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. എന്നാൽ ഒളിവിലുള്ള ഷുഹൈബിന് പിന്നാലെ പിതാവും ഒളിവിൽ പോയതായാണ് അന്വേഷണ സംഘം പറയുന്നത്. വിവിധയിടങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 2 ബാങ്കുകളിലെ അക്കൗണ്ടുകളും അന്വേഷണ സംഘം നേരത്തെ മരവിപ്പിച്ചിരുന്നു. യൂട്യൂബ് ചാനൽ ഓഫീസിലും ജീവനക്കാരുടെ വീടുകളിലുമടക്കം ക്രൈംബ്രാഞ്ച് സംഘം പരിശോധന നടത്തിയിരുന്നു. ചോദ്യപേപ്പർ ലഭിച്ചതിന്റെ ഉറവിടം സംബന്ധിച്ച ദുരൂഹത നീക്കാൻ ഷുഹൈബിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് അന്വേഷണ സംഘം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം ആരോപണ വിധേയരായി നിൽക്കുമ്പോൾ ഷുഹൈബിന്റെ മൊഴികൾ അതീവ നിർണായകവുമാണ്. ജനം, കോഴിക്കോട്.